അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിൽ ദുരൂഹത അന്വേഷിക്കണമെന്ന് മരിച്ച ആര്യയുടെ ബന്ധു. ആര്യയ്ക്ക് ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുണ്ടെന്ന സംശയം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലെന്നും ബന്ധു ഗിരിധര ഗോപാൽ ജനം ടിവിയോട് പറഞ്ഞു. വട്ടിയൂർക്കാവ് പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ഉച്ചയോടുകൂടി വട്ടിയൂർക്കാവ് പോലീസും ബന്ധുക്കളും ഇറ്റാനഗറിലെത്തും. നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരിക. ചന്തു ചന്ദ്രശേഖർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അരുണാചലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളികളുമായി ബന്ധപ്പെട്ട് ഏറെ ദുരൂഹതകൾ ഇപ്പോഴും മറനീങ്ങി പുറത്തു വരാനുണ്ട്. ഇവിടെ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവ് SI ഈ മരിച്ചവരുടെ ബന്ധുക്കളും അരുണാചലിലേക്ക് പോയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം സ്ഥലത്ത് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും പോലീസ് നൽകിയ ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട നിഗമനങ്ങളും ഒക്കെ തന്നെയാണ് ബന്ധുക്കൾക്കും അറിവുള്ളത്. ഇപ്പോൾ വട്ടിയൂർക്കാവുള്ള ആര്യയുടെ ബന്ധു നമ്മോടൊപ്പം ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ് 3 പേരും. അവർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ സ്വാധീനം, അത് പോലീസ് ആ ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണം പോകുന്നത്. ബന്ധുക്കൾ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു തിരിച്ചറിവ് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്ക് ഇതിനു മുന്നേ അങ്ങനെ യാതൊരു അറിവുമില്ല. ഈ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് റിപ്പോർട്ട് വന്നതും ചാനലിൽ വന്നതും പോലീസ് പറഞ്ഞതൊക്കെ നമുക്കറിയാവൂ. ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞുകൂടാ. അതിനുവേണ്ടി ആ കുട്ടി അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടിയുമല്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ നാട്ടുകാർക്കും എല്ലാവർക്കും സ്കൂളിലും ഒക്കെ എല്ലാവർക്കും അംഗീകാരമുള്ളൊരു കുട്ടിയാണ്. അതിങ്ങനെ ചെയ്തവർക്ക് നമുക്ക് പ്രയാസമുണ്ട്. ഇത് കേട്ടപ്പം നമുക്ക് തന്നെ അതിനകത്തൊരു ദുരൂഹത തോന്നുന്നു. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അത് അറിയാനുള്ള ആകാംക്ഷ ഞങ്ങൾക്കുണ്ട്. ഇത് അവരെ വിളിച്ചുകൊണ്ട് പോയ നവീൻ എന്ന് പറയുന്ന ആളും പുള്ളിയുടെ വൈഫുമായിട്ടാണ് കൊണ്ടുപോയത്. അവർ സുഹൃത്തുക്കളാണ്, ഒരേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടുപോയി വൈകുന്നേരം വരെ കുട്ടിയെ കാണാത്തുണ്ട് വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. പിന്നെ പോലീസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള അന്വേഷണം നടത്തി. ഇപ്പം ഇന്നലെയാണ് അതിൻ്റെ ഫൈൻഡിങ്സ് അവിടെ നിന്ന് SP വിളിച്ച് ഈ നവീൻ്റെ വൈഫിൻ്റെ ഫാദറിനോട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഇവിടെയൊക്കെ അറിഞ്ഞത്. ഈ നവീനാണ് ഈ ബ്ലാക്ക് മാജിക്കിൽ ഒരു സ്വാധീനം നവീൻ ഉണ്ടാകുകയും പിന്നീട് ഇവരെ അതിലേക്ക് സ്വാധീനം ചെലുത്താൻ നവീൻ ശ്രമിക്കുകയും നവീൻ കൂട്ടിക്കൊണ്ടുപോയി നവീൻ ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടാകും എന്ന നിഗമനങ്ങളിലേക്കൊക്കെ പോലീസ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത് ബന്ധുക്കൾ നേരത്തെ അറിഞ്ഞു, അപ്പോൾ ആര്യയെ ഇതുമായുള്ള ഇവരുടെ സൗഹൃദത്തിൽ നിന്നും വിലക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇല്ല, നവീനുമായിട്ടുള്ളതല്ല, നവീൻ്റെ വൈഫുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. അത് കുറച്ച് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് അടുത്തിങ്ങനെ സംസാരിച്ചപ്പോൾ എന്താണ് കാര്യം നമുക്ക് സ്വാഭാവികമല്ലേ. വീട്ടുകാർ കൂടുതൽ ഒരാളുമായിട്ട് ബന്ധം വരുമ്പോൾ അന്വേഷിക്കുള്ളൂ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് അവർ സ്കൂൾ ടീച്ചേഴ്സാണ്. ആ പെൺകുട്ടികളുമാണ്, വേറെ ആൺകുട്ടികളാണെങ്കിൽ നമുക്ക് സംശയിക്കണം. ഇതങ്ങനെയൊന്നുമില്ല, പെൺകുട്ടികളാണ്, വളരെ കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവളും അങ്ങനത്തെ ടൈപ്പ് സ്വഭാവമൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് കൂടുതൽ കെയർ ചെയ്തില്ല. നമ്മൾ ഈ പോകുന്ന കാര്യം പോലും ആരടുത്തും പറഞ്ഞില്ല, അറിഞ്ഞില്ല. സ്കൂളിൽ പോകുന്ന പോലെ പോയി, വൈകുന്നേരം കാണാത്തതുകൊണ്ടാണ് നമ്മൾ ഇൻഫോം ചെയ്തത്. അതേപോലെ അതിനെക്കുറിച്ചും ബാക്കി ഒരു വിവരവും നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് പുറത്ത് വരും എന്നാണ് നമ്മുടെ വിശ്വാസം. ഇപ്പോൾ ബന്ധുക്കൾ അവിടെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് അരുണാചലിൽ നിന്ന് എന്തെങ്കിലും അറിയിപ്പുകൾ വന്നിട്ടുണ്ട്? ഇന്ന് രാവിലെ വരെ അവരവിടെ എത്തിയിട്ടില്ല, സ്പോട്ടിൽ എത്തിയിട്ടില്ല. എത്തിയതിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും താമസിയാതെ എൻ്റെ കാൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. പോലീസ് എന്തെങ്കിലും പറഞ്ഞോ ബന്ധുക്കളടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധുക്കളായിട്ട് സംസാരിക്കുകയൊക്കെ? അതൊക്കെ ഇന്നലെ ചാനലിൽ കണ്ട കാര്യങ്ങളൊക്കെയാണ് പോലീസ് പറഞ്ഞത്. അവർക്ക് ഒരു നിഗമനത്തിൽ ഇവിടെ ഒന്നും എത്താൻ കഴിയത്തില്ലല്ലോ. ഒരു ഫോൺ പരിശോധിക്കണം, അതിൻ്റെ ഒരു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താണ് ഇതൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് അവിടുത്തെ പോലീസുമായിട്ട് ചേർന്നും പിന്നെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുന്ന് സ്വിച്ച് ഓഫാണ്. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് യാതൊരു വിവരവും ഇല്ല. ഇനി അവിടെ ചെന്ന് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. അതിനുവേണ്ടി പോലീസും പോയിട്ടുണ്ട്, റിലേറ്റീവ്സും മാമൻ ഉൾപ്പെടെയുള്ളവർ പോയിട്ടുണ്ട്. എന്തായാലും അവർ ഇന്നോ നാളെ അതിൻ്റെ റിസൾട്ട് പറയും എന്നാണ് നോക്കുന്നത്. ഈ ദേവികയുടെ ഈ മരണപ്പെട്ട ആര്യയുടെ സുഹൃത്ത് ദേവികയുടെ ബന്ധു സൂര്യകൃഷ്ണമൂർത്തി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു സ്വാധീനം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം അവർക്ക് ഉണ്ട് എന്നാണ്. അങ്ങനെ ഒരു നല്ലൊരു സംശയം അവർ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം എഡ്യൂക്കേറ്റഡ് ആയവർ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അത്തരത്തിൽ ഉള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ പോയിട്ടുണ്ടോ അത് പരിശോധിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബന്ധുക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും? ബന്ധുക്കൾക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ സംശയം തോന്നത്തക്ക ഒരു പ്രവൃത്തിയില്ല. സൂര്യകൃഷ്ണമൂർത്തി സാർ പറഞ്ഞ് നമ്മളും കേട്ടു. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ വിവരമുള്ളവർക്കാണ് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയുണ്ട് പലതും സംഭവിക്കുന്നത്. ഒന്നും അറിഞ്ഞുണ്ടെങ്കിൽ ഇതൊന്നും നോക്കത്തില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്യാനും ഒക്കെ അറിയാവുന്നവർക്കല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തോ ആണോ എന്ന് ഇനിയിപ്പോൾ നോക്കിയാലേ അറിയത്തുള്ളൂ. നമുക്കത് പോലീസ് പരിശോധിച്ചതിന് ശേഷം നോക്കുള്ളൂ.
തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് ഇതിൽ ദുരൂഹതകൾ ഉണ്ട്. അത് സംബന്ധിച്ച് പരിശോധന കൃത്യമായും വേണമെന്നതാണ്. പോലീസ് നൽകിയ വിവരമനുസരിച്ചുള്ള അറിവുകൾ മാത്രമേ ഇപ്പോൾ ബന്ധുക്കൾക്കുമുള്ളൂ. ആര്യയെ സംബന്ധിച്ചിടത്തോളം മറ്റ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ അങ്ങനെയുള്ള ഒന്നും തന്നെയില്ല. കാരണം അധ്യാപികയാണ്, ദിവസം ജോലിക്ക് പോകുന്നു, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ വീട്ടുകാർക്കും അത്തരത്തിലുള്ള സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദേവികയുമായി അടുത്ത സുഹൃത്ത് ബന്ധം സൂക്ഷിച്ചു വന്നിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കളും പറയുന്നത്. പക്ഷേ ഇതിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നു എന്ന ഒരു അഭിപ്രായം ബന്ധുക്കളും പങ്കുവയ്ക്കുന്നു. അതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണ്ടിവരും. എന്തായാലും പോലീസ് അല്പസമയത്തിനകം തന്നെ അവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം ചന്തു ചന്ദ്രശേഖർ, ജനം.